ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു ഈദ് ഇൻസ്പയർഡ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതേപോലെ ബേസായിട്ടൊരു മിനി ഫ്ലവർ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ വേറെ പെറ്റൽസ് ആഡ് ചെയ്തിട്ട് ഒരു ഫ്ലവർ വരക്കുന്നുണ്ട്. എപ്പോഴും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ടാണ് നമ്മളൊരു ഫ്ലവറിന് ബേസ് കൊടുക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു മിനി റോസ് ഫ്ലവറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റിലും ഇതേപോലെയുള്ള പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഷെയ്ഡിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ആ പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഷെയ്ഡിങ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പെറ്റൽസൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല ആദ്യം നമ്മൾ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഷെയ്ഡിങ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വരച്ച പെറ്റൽസൊക്കെ കൊളായിപ്പോവും. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലായിട്ട് സ്പൈറൽ വരക്കുക. എന്നിട്ട് ഹംസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റും വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഓരോ എലമെൻറ്റ്സും വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലവർ ഇതേപോലെ അതിൻ്റെ ചുറ്റിലും വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ ഒരേപോലെ വരച്ച് കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് കുറേ സ്പൈറൽ വരക്കും. എന്നിട്ട് ചിലതുമ്മ ഹംസ് വരക്കും, ചിലതങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടിക്കാം. അപ്പോൾ അതുമ്മൊക്കെ ഇതുപോലെ ചെറിയ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ കാണാനൊരു പ്രത്യേക ഭംഗിയാക്കാറ്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെയുള്ള ഹംസ് വെച്ചിട്ടും സ്പൈറൽ വെച്ചിട്ടൊക്കെ ചെറിയ എലമെൻറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് വരക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഇതേപോലെയുള്ള എലമെൻറ്റ്സ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹംസ് വരക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഒരേപോലെ ആക്കിയിട്ട് വരക്കാനായിട്ട് നോക്കണം. ഞാൻ വരക്കുന്നത് പെർഫെക്റ്റായിട്ട് വരണമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ച് വരക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലക്കായിട്ടും ഇതേപോലെ ഇങ്ങനെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഷേപ്പ് ഉണ്ട്. ആ ഒരു ഷേപ്പ് കിട്ടുന്ന വരെ ഞാൻ ഇതേപോലെ മേലക്കായിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പ് കിട്ടാനുള്ള ആ ഒരു ഇതിലാണ് ഞാനിങ്ങനെ കണ്ടെടുത്തൊക്കെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഗ്യാപ്പ് വരുന്നിടത്ത് ഇതേപോലെ ഒരു മിനി ഫ്ലവറും വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ലീവ്സും അതേപോലെ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണമുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് വരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേലക്ക് ഇങ്ങനെ ഓരോ ഫ്ലവർ വരച്ചിട്ട് അവസാനം ഉദ്ദേശിച്ച ഒരു ഷേപ്പ് കിട്ടി. നമുക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. അതിനുശേഷം ഫിംഗറിൽ ഡിസൈൻ കൊടുക്കുക കേട്ടോ. നമ്മൾ താഴെ വരച്ച ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ടാണ് എപ്പോഴും ഫിംഗേഴ്സിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വരച്ച ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ആ ഫിംഗറിൻ്റെ അറ്റത്തും വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഇപ്പോൾ വരക്കുന്ന ഫിംഗറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഡിസൈൻ കൊടുക്കുന്നത്. ആദ്യം ബോൾഡാക്കിയിട്ട് ലൈൻ വരക്കുക, എന്നിട്ട് അതിന് 2 ഔട്ട്ലൈൻ കൊടുക്കുക, ഹംസ് വരക്കുക, എന്നിട്ട് ഇപ്പോൾ വരക്കുന്ന ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ട് കേട്ടോ. ആ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലക്കും ഇതേപോലെ ബോൾഡാക്കിയിട്ട് വരച്ച് കൊടുക്കുക. പിന്നെ അതുമ്പോൾ ഹംസ് വെച്ചിട്ട് അതേ സെയിം ഫ്ലവറിനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക, ഷെയർ ആക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.